ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9 ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പോയിന്റ് W has x coordinate equal to -5. Can you predict the coordinates of point H which is on the line through W parallel to the y-axis? Which quadrants can H lie in? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളൊരു 2 or 3 ടൈംസ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? പോയിന്റ് W, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് -5 ആണ്. ക്യാൻ യു പ്രെഡിക്റ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എച്ച്? വേറൊരു പോയിൻ്റാണ് എച്ച്, വിച്ച് ഈസ് ഓൺ ദ ലൈൻ ത്രൂ ഡബ്ല്യു പാരലൽ ടു ദി വൈ ആക്സിസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡബ്ല്യുവിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് -5. ഇനി ഡബ്ല്യു കൂടി പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ, അതിപ്പോൾ എങ്ങനെ വരും? ഇതേ ഞാനിവിടെ ഒരു ഓറഞ്ച് ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -5 ആണ്. അത് വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ അത് ഡബ്ല്യു എന്നുള്ള അതിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഇനി ഈ എച്ച് നമുക്കൊരു പോയിന്റ് ഉണ്ടല്ലേ, ആ പോയിന്റ് എന്തിനാണ്? ഡബ്ല്യു എന്ന് പാസ് ചെയ്യുന്ന ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഓറഞ്ച് ലൈനിലാണ് കിടക്കുന്നത്. ഇനി അപ്പോൾ എച്ചിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? കോർഡിനേറ്റ്സ് ഓഫ് എച്ച് ക്യാൻ ബി, എക്സ് കോർഡിനേറ്റ് -5 ആണ്. കാരണം എന്താ? ഡബ്ല്യു കൂടി പാസ് ചെയ്യുന്ന ലൈനിലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -5 ആണ്. വൈ കോർഡിനേറ്റ് വൈ, കാരണം വൈയുടെ വാല്യൂ ആ ലൈനിൽ എവിടെ വേണമെങ്കിലും ആവാം അല്ലേ. പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം. ഇനി എന്താണ്? എക്സ് ആക്സിസിൽ കിടക്കാം. അപ്പോൾ വൈയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ എക്സ് ആക്സിസിൽ കിടക്കും. ഇനി വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കിടക്കും. വൈയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ കിടക്കും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂസ് എവിടെ, ഏതൊക്കെ ക്വാഡ്രൻസിൽ വരാം? സെക്കൻഡ് ഓർ തേർഡ് ക്വാഡ്രൻറ്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. What would a system of coordinates be like if we did not have negative numbers? Would the system allow us to locate all the points on a 2D plane? അപ്പോൾ ഞാനൊരു 2D plane വരച്ചു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂസ് എൻ്റെ ഒപ്പം പറയണേ. പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ 4 ക്വാഡ്രൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ലെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ഈ സംഭവങ്ങളില്ല. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഓഫ് വൈയും ഇല്ല. അപ്പോൾ എന്താണ്? ഈ ക്വാഡ്രൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ക്വാഡ്രൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ക്വാഡ്രൻറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. ആകെ കൂടി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് വാല്യൂസ് മാത്രം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ would this system allow us to locate all the points on a 2D plane? No, we would not be able to locate points in quadrant 2, quadrant 3 and quadrant 4. Are the points M, -3, -4, A, 0, 0 and G, 6, 8 on the same straight line? Suggest a method to check this without plotting and joining the points. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കുകയും പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഇവർ സെയിം സ്ട്രേറ്റ് ലൈനിലാണോ അല്ലെങ്കിൽ കൊളീനിയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എം എ കണ്ടുപിടിക്കണം, അതേപോലെ എ ജി കണ്ടുപിടിക്കണം, എം ജിയും കണ്ടുപിടിക്കണം. എം എ പ്ലസ് എ ജിയുടെ സമ്മാണോ എം ജി എങ്കിൽ എന്താണ്? അവർ സെയിം സ്ട്രേറ്റ് ലൈനിലാണ് അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് പറയാം. അപ്പോൾ എം എ, ഇവിടെ നമ്മൾ എന്ത് ഫോർമുല യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചേ, എ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അപ്പോൾ നമുക്ക് എം എ ഈക്വൽ ടു എന്ത് ചെയ്താൽ? x1² √(x1² + y1² ഈക്വൽ ടു √(-3² + -4² ഈക്വൽ ടു 9 + 16 ഈക്വൽ ടു √25 ഈക്വൽ ടു 5. ഇനി അതേപോലെ എ ജി, ഇവിടെയും ഒരു കോർഡിനേറ്റ്സ് 0 0 ഒറിജിൻ ആണ്. അപ്പോൾ x2² +
y2 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 36 പ്ലസ് 64 റൂട്ട് 100 ഈക്വൽ ടു 10 യൂണിറ്റ്സ്. അടുത്തത് എം ജി. പക്ഷേ എം ജിക്ക് രണ്ടും കോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോർമൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 മൈനസ് 3 സ്ക്വയർ പ്ലസ് 8 മൈനസ് 4 സ്ക്വയർ equal to root of 9 square plus 12 square equal to 81 plus 144 equal to 225 equal to 15 units. അപ്പോൾ ഇവിടെ എം എ എന്ന് പറയുന്നത് എന്താണ്? 5 പ്ലസ് 10 അല്ലേ? ഇവിടെ 5ഉം ഇവിടെ 10ഉം ഈക്വൽ ടു നമുക്ക് 15 തന്നെ കിട്ടി. അതായത് എം എ പ്ലസ് എ ജി ഈക്വൽ ടു എം ജി. അപ്പോൾ ഇവരെന്താണ്? ഇതേകൊണ്ട് സെയിം സ്ട്രേറ്റ് ലൈൻ, അല്ലെങ്കിൽ അവർ കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.